ഹരേ കൃഷ്ണ, ജയ ശ്രീ രാധേ രാധേ. നമ്മുടെ ജീവിതത്തിൽ മഹാലക്ഷ്മി ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷവും സമാധാനവും എപ്പോഴും ഒരു ഐശ്വര്യം നമ്മുടെ കുടുംബത്തിലുണ്ടാവും. അപ്പോൾ ഈ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ മഹാലക്ഷ്മിയെ നിത്യവും പൂജിച്ച് പ്രസാദിപ്പിക്കണം. അപ്പോൾ ഒരു വീട്ടിലെ സ്ത്രീകളാണ് ഈ മഹാലക്ഷ്മി പൂജയിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നത്. ഒരു വീടിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് സ്ത്രീ തന്നെയാണ്. അപ്പോൾ ഐശ്വര്യമുള്ള ഒരു സ്ത്രീയുള്ള കുടുംബം മാത്രമാണ് എപ്പോഴും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഐശ്വര്യത്തോടെയും ഇരിക്കുക. സ്ത്രീകൾ എത്രത്തോളം മനോഹരമായി അവരുടെ വീടിനെ കൈകാര്യം ചെയ്യുന്നോ അത്രത്തോളം മനോഹാരിത അവരുടെ ബന്ധങ്ങളിലും അവരുടെ ജീവിതത്തിലും ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സ്ത്രീകളാണ് മഹാലക്ഷ്മി പൂജയിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നത്. മഹാലക്ഷ്മിയുടെ ആ കൃപാകടാക്ഷം സദാ നമ്മളിൽ ഉണ്ടാവാനും അതുപോലെ തന്നെ നമ്മളിൽ പോസിറ്റിവിറ്റി വർദ്ധിക്കാനും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാവാനും നമ്മുടെ കുടുംബത്തിൽ സന്തോഷവും സമൃദ്ധിയും ഉണ്ടാവാനും സ്ത്രീകൾ മുടങ്ങാതെ ജപിക്കേണ്ടുന്ന മന്ത്രത്തെക്കുറിച്ചാണ് പറഞ്ഞുതരാൻ പോണത്. ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ജപിക്കാവുന്നതാണ്. എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ വിജയത്തിനായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഗൃഹത്തിൽ സാമ്പത്തികമായിട്ടുള്ള ഉന്നതിക്കായിട്ട് നമ്മുടെ ഏതൊരു കാര്യത്തിനും തടസ്സമില്ലാതെ മഹാലക്ഷ്മിയുടെ കൃപാകടാക്ഷം ഉണ്ടാവാനായിട്ടൊക്കെയാണ് ഈ മന്ത്രം ജപിക്കേണ്ടുന്നത്. അപ്പം മുടങ്ങാതെ ഈ മന്ത്രം ദിവസവും 108 തവണ ഒരു 90 ദിവസം മുടങ്ങാതെ നമ്മളിത് ജപിക്കുമ്പോഴാണ് നമുക്ക് നല്ല മാറ്റങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുക. മന്ത്രം ഇതാണ്: ഓം ശ്രീം ശ്രീം ശ്രീയേ നമഃ. ഇത് മുടങ്ങാതെ 108 തവണ തന്നെ ജപിക്കണം. രാവിലെയോ വൈകിട്ടോ നിങ്ങൾക്ക് പറ്റുന്ന സമയത്തിരുന്ന് ജപിച്ചാൽ മതി. ഇത് ജപിക്കുന്നതിലൂടെ മഹാലക്ഷ്മിയുടെ കൃപാകടാക്ഷം നമ്മളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഭഗവതി അനുഗ്രഹിക്കട്ടെ. സർവം ശ്രീ ജഗദംബാർപ്പണമസ്തു.